ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം നമുക്ക് മൗനരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. കാർത്തികയും അമ്മയും ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പം വിക്രം അവരെ ശ്രദ്ധിച്ചിട്ടില്ല. കാർത്തിക വിക്രമിനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കാർത്തിക എന്ത് ചെയ്യണം എന്നറിയാതെ പറയാണ്, അമ്മേ വിക്രം. പിന്നെ രണ്ടുപേരും ഷാള് കൊണ്ട് മുഖം മറിച്ച് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. വിക്രമാണെങ്കിലോ നേരെ അവരെ ശ്രദ്ധിക്കാതെ തല താഴ്ത്തിയിട്ടിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അതായത് കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ രണ്ടുപേരും അല്പം മാറി നിന്നു. അതിനുശേഷം അവർ വിളിക്കുകയാണ്, ഏയ് മാഡം. അങ്ങനെ ബില്ല് കൊടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ബില്ല് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ആവശ്യമുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് അവർ ഇറങ്ങാൻ വേണ്ടി പോവാം. മാഡം ബാലൻസ് വേണ്ട, അത് നിങ്ങൾ വെച്ചോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴോ ബാലണ്ണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടുപേരെയും. അപ്പോൾ കാർത്തികയും കണ്ടിട്ട് കാർത്തിക പറയാണ്, അയ്യോ അയ്യോ അമ്മേ ബാലട്ടൻ. അകത്ത് കയറാൻ ഒരുങ്ങുമ്പോൾ വിക്രം, പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ ബാലട്ടൻ ഷാള് കൊണ്ട് മറിച്ചെങ്കിലും പക്ഷേ ബാലട്ടൻ കണ്ടുപിടിച്ചു. മാഡം എന്ന് വിളിക്കുകയാണ് ബാലട്ടൻ. അല്ല, ഇവിടെ എന്താ രണ്ടാളും കൂടി? അത് പിന്നെ മേഡത്തിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഞങ്ങളാണല്ലോ. അതറിയാം, പക്ഷേ മേഡം അല്ലേ പ്രകാശൻ്റെ ആദ്യ ഭാര്യ. അങ്ങനെയുള്ളപ്പോൾ നാളെ പ്രകാശൻ്റെ കല്യാണമായിട്ട് രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് നടക്കുമെന്നറിയില്ല. മേഡം പ്രകാശൻ്റെ ആദ്യ ഭാര്യയാണെന്ന് അറിഞ്ഞേ പിന്നെ കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷൻ വേണ്ടാന്ന് വെച്ചല്ലോ മേഡത്തിൻ്റെ കമ്പനി കാർത്തികയോട് പറയാം. അതുപോലെ തന്നെ മേഡവുമായിട്ടുള്ള എല്ലാ ബന്ധവും കാർത്തിക മോള് ഉപേക്ഷിച്ചെന്നാണ് പ്രകാശം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ സംശയമൊക്കെ തോന്നുമല്ലോ. അല്ല, വിക്രം അകത്തോട്ട് പോയായിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ? കാർത്തിക പറയാ, ഇല്ല കണ്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ വിളിക്കാം വിക്രത്തെ. അയ്യോ വേണ്ട, ഞങ്ങളെ കണ്ട കാര്യം പറയണ്ട ബാലേട്ടൻ. പറയണ്ടേ? ഓ, പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം പിണങ്ങുമല്ലോ അല്ലേ? ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ നാളെ കല്യാണം മുടങ്ങും. അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. കാർത്തിക മേഡത്തെയും മേഡത്തിൻ്റെ അമ്മയെയും പിണക്കിക്കൊണ്ട് പ്രകാശനും വിക്രമിനും ജീവിതമില്ല. രണ്ടാളും അവരുടെ ദൈവങ്ങളാ. പക്ഷേ ഇച്ചിരി ഓൽച്ചൊക്കെ ഉണ്ടായപ്പോൾ ഇത്തിരി അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ട് അച്ഛനും മോനും. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അവരോട് പറയല്ലേ. പറഞ്ഞാൽ എൻ്റെ ജോലി പോവും. ഏതായാലും വിക്രത്തോട് ഞങ്ങളെ കണ്ട കാര്യം പറയണ്ട. അറിഞ്ഞാൽ നിങ്ങളെ ജോലി പോവും. നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കാർത്തികയും അമ്മയും അവിടെ നിന്ന് പോയി നേരെ വണ്ടിയിലേക്ക് കയറാണ്. കാർത്തികയുടെ അമ്മ പറയാണ്, ഇനി അയാൾ കാര്യം പോയിട്ട് വിക്രത്തോട് പറയുമോ? അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കല്യാണി ഒന്നേ വിളിക്കാം, അവളെ ഒന്ന് കാണാം. അവർ നേരെ ബീച്ചിലേക്ക് പോയി അവിടെ കല്യാണിയെയും വിളിച്ചു വരുത്തി. കല്യാണി പറയാണ്, ബാലമാമൻ എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ ബാലമാമൻ്റെ ഒരു മോൾക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞാനിടയ്ക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തായിരുന്നു. എങ്കിലും അതുകൊണ്ടൊന്നും ആവത്തില്ല. പിന്നെ കഥയറിയാതെ ആട്ടം കാണുന്നവരും നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനും മോനുമൊപ്പം ബാലമാമൻ പിടിച്ചു നിൽക്കുന്നത്. അവൻ ഹോട്ടലിനകത്ത് എന്തോ കഴിക്കാൻ വേണ്ടി പോയതാ. അവൻ്റെ അടുത്തേക്ക് ബാലൻ ചേട്ടൻ പോയോന്നറിയില്ല. പോയി കഴിഞ്ഞാൽ ചിലപ്പം ഞങ്ങളെ ഒന്നിച്ച് കണ്ടു എന്ന് പറയുമെന്ന് അറിയില്ല. കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. അത് കഴിഞ്ഞ് എന്തായാലും എല്ലാവരും അറിയാൻ വേണ്ടി പോവുക. അപ്പോൾ ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ്, അതിനു മുമ്പ് അറിഞ്ഞാലോ മോളെ? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെയും മോളുടെ അമ്മയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് കളയുന്നവരുത്തനെ ജോലിയിൽ വെച്ച് നടത്താൻ പറ്റുമോ? രണ്ടാളും വിഷമിക്കണ്ട. വിക്രത്തെ ബാലമ്മൻ കണ്ടിട്ടില്ലല്ലോ. എങ്കിൽ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ബാലമ്മൻ ഒരിക്കലും എന്നെയും എൻ്റെ അമ്മയെയും ശ്രദ്ധിക്കില്ല. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ എൻ്റെയും എൻ്റെ അമ്മയുടെയും ഒപ്പം നിന്നിട്ടുള്ള ആളാണ് ബാലമ്മൻ. അതിൻ്റെ പേരിൽ നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നയാൾ പലപ്പോഴും പിണങ്ങിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, വിക്രത്തിന് കൊതിയുള്ള പലഹാരങ്ങളൊക്കെ അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുക്കുമ്പോൾ ആരും അറിയാതെ എനിക്കിഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ബാലമാമൻ ആ സമയത്ത് എനിക്ക് വാങ്ങിത്തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബാലൻ ചേട്ടന് നമ്മളല്ലേ ജോലി കൊടുക്കേണ്ടത്? അതേപ്പറ്റി ഞാനും കിരണേട്ടനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് പറയാനും കൂടി പറ്റുന്നൊരു സാഹചര്യമാണിത്. എന്നാൽ പിന്നെ വിക്രം ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മോള് ചെല്ല്. ശരി അമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളത്തെ ദിവസം കഴിയുന്നത് വരെ ഒരുമിച്ചുള്ള പോക്കൊന്നും വേണ്ട. ഇപ്പം ഏതായാലും പോയില്ലേ, ഇനിയിപ്പോൾ അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് ഹോട്ടലിൽ വന്ന കാര്യം വിക്രം അറിഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ കല്യാണി നോക്കിക്കോളും. ബാലണ്ണ മനസ്സിൽ വിചാരിക്കുക, കല്യാണി മോളുടെ വണ്ടിയാണല്ലോ അത്. ഭാഗ്യം അവിടെ തന്നെയുണ്ട്. കല്യാണി മോളെ, കാർത്തിക മേഡം പ്രകാശൻ്റെ കെട്ടിയോളം ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ.
അവരെ ഒന്നിച്ചു കണ്ട കാര്യം ബാലമാമൻ അവരോട് പറഞ്ഞോ? അയ്യോ, കാർത്തിക മോള് പറയണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ പറയുമോ? ഒരു കാരണവശാലും പറയരുത്. എന്താ മോളെ അങ്ങനെ? എനിക്കറിയാം ബാലമാമന് എൻ്റെ അച്ഛനോടും വിക്രത്തിനോടൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ലാന്ന്. അതുകൊണ്ട് ബാലമാമനോട് സത്യം പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എന്ത് വേണമെങ്കിലും മോൾക്ക് എന്നോട് പറയാലോ. കുഞ്ഞുനാൾ മുതൽക്കേ മോൾക്കും മോളുടെ അമ്മയുടെ ഒപ്പമല്ലേ ഞാൻ നിൽക്കുന്നത്. എൻ്റെ പേരിൽ പ്രകാശനുമായിട്ട് ഞാൻ ഒരുപാട് വഴക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കറിയാം ബാലമ്മ, അതുകൊണ്ട് തന്നെ പറയുക. അച്ഛനും മോനും ഇപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുക. അയ്യോ, ഒന്നും പറയണ്ട എൻ്റെ മോളെ. ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവനിനി എന്നെ പറയാൻ ഒന്നുമില്ല. മുതലാളിക്കൊപ്പം തൊഴിലാളി ഇരിക്കണ്ടെന്ന്. നാളത്തോടെ ആ പറച്ചിലൊക്കെ അങ്ങ് അവസാനിക്കും. അതുവരെ ബാലമാമനും അച്ഛൻ്റെ സന്തോഷത്തിനോടൊപ്പം തന്നെ കുടിക്കോ. മോളെ, നാളെ കാർത്തിക മോളും മോളുടെ അമ്മയും ഒക്കെ അവനെ തേക്കുവോ? കാർത്തിക ചേച്ചി ആരാണെന്ന് അറിയോ ബാലമാമനെ? അറിയില്ല. ആരാ? എൻ്റെ ചേച്ചിയാ, എൻ്റെ സ്വന്തം ചേച്ചി. അമ്മമാർ രണ്ടാണെങ്കിലും അച്ഛൻ ഒന്നാ. അയാളുടെ പേര് പ്രകാശൻ എന്നാ. എന്താ മോളെ നീ പറയുന്നതൊക്കെ? കുറച്ച് മുമ്പ് കാർത്തിക ചേച്ചിയെയും ലക്ഷ്മി അമ്മയെയും കണ്ടില്ലേ ബാലമാമേ? അവരന്യരൊന്നുമല്ല, അമ്മയും മോളും തന്നെയാ. കാർത്തിക ചേച്ചിയുടെ സ്വന്തം അമ്മ തന്നെയാ ലക്ഷ്മി അമ്മ. ബാലമാമൻ അത് കേട്ട് ഞെട്ടിപ്പോവാണ്. എന്തൊക്കെയാ മോളെ ഞാനീ കേൾക്കുന്നേ? അപ്പം നാളത്തെ കല്യാണ പെണ്ണോ മോളെ? ആ കല്യാണ പെണ്ണിനെ തന്നെയാ കാർത്തിക ചേച്ചിക്കൊപ്പം ബാലമാമൻ കണ്ടത്. എൻ്റെ ദൈവമേ, ഞാൻ സ്വപ്നം കാണുവാണോ? അതുകൊണ്ട് തന്നെയാ ബാലമാമ കാർത്തിക ചേച്ചിയുടെ അമ്മ ഇതുവരെ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്. നാളെയാണ് ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് മാമ. ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവനും അവൻ്റെ മോനും ഇങ്ങനെ തന്നെ ഒരു തിരിച്ചടി കിട്ടണം മോളെ. അതിനു മുമ്പ് അച്ഛനും മോനും അമ്മുമ്മയൊക്കെ ആഘോഷിച്ചോട്ടെ എന്ന് കരുതി. ആ രാജപ്പനും പെടുവല്ലോ. ഇപ്പം തന്നെ ഏതാണ്ട് 10-15 ലക്ഷം രൂപ രാജപ്പൻ അയാൾക്ക് കടം കൊടുത്തിരിക്കുക. അയാളും ആളത്ര ശരിയൊന്നുമല്ല. ഒരു സമയത്ത് എന്നെ കല്യാണം കഴിക്കാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് കല്യാണം കഴിയുന്നത് വരെ അയാളും ഒന്നും അറിയണ്ട. ഒരു കാരണവശാലും എൻ്റെ നാവിൽ നിന്ന് ഇത് പുറത്ത് പോവില്ല മോളെ. സത്യം പറയാലോ, മാസം തോറും വലിയൊരു തുകയാണ് എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ഡ്രൈവറായിട്ട് തുടരുകയാണെങ്കിൽ ഈ ശമ്പളത്തിൻ്റെ 10 ഇരട്ടി അവൻ്റെയും അവൻ്റെ മോൻ്റെയും അഹങ്കാരം സഹിക്കണം. ഇപ്പോൾ ഞാൻ വയ്യെങ്കിലും വർക്ക്ഷോപ്പ് തന്നെ പോയിക്കോളാം. എന്തായാലും ഇനി ഈ പണിക്ക് വരില്ല. നാളത്തോടെ എന്തായാലും ഇതിനൊരു അവസാനം ആവുമല്ലോ മോളെ. ബാലമാമൻ വിഷമിക്കണ്ട, ഞാനും കിരണേട്ടനും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ബാലമാമനെ നമ്മുടെ കമ്പനിയെ ഡ്രൈവറാക്കാമെന്ന്. എൻ്റെ ചെറുപ്രായം മുതലേ ബാലമാമന് എന്നോടും എൻ്റെ അമ്മയോടും ഒക്കെയുള്ള സ്നേഹം അനുഭവിച്ചറിഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഞാനും എൻ്റെ അമ്മയും. അതിൻ്റെ നന്ദി ഞങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും. അയാളിപ്പോൾ അഹങ്കരിക്കുന്നില്ലേ, അതിനുള്ള തിരിച്ചടി നാളെ നമുക്ക് പറയാം. ഒന്നും കൂടിയും അച്ഛനും അമ്മയും മോനും ഒക്കെ ആവശ്യത്തിലധികം കിനാവ് കാണട്ടെ. രാജകൊട്ടാരവും കോടികളുടെ സ്വത്തുക്കളും അവരുടെ മനസ്സിൽ തെളിയട്ടെ. അവൻ്റെയും അവൻ്റെ മോൻ്റെയും കലിയുഗം മഹാഭാവിക്കും വരുമെന്നാണ് ഞാൻ കരുതിയത്. അതിപ്പം വീണുടയാൻ പോവുക. അപ്പോഴേക്കും വിക്രം പുറത്തേക്ക് വരികയാണ്. സാർ, ബില്ല്. അപ്പോൾ കല്യാണി അതിനകത്തേക്ക് കയറി വരികയാണ്. ബാക്കി താൻ വെച്ചോ. താങ്ക് യു സാർ. അപ്പോഴാണ് വിക്രത്തിൻ്റെ കണ്ണിൽ കല്യാണിയെ പെട്ടത്. കല്യാണി അപ്പം തന്നെ വിക്രത്തിൻ്റെ അടുത്ത് പോയി. വിക്രത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, 100 രൂപയ്ക്കൊന്നും വിലയില്ലാതായി അല്ലേ? നീ എന്താ ഇവിടെ? ഞാൻ നിൻ്റെ ചേച്ചിയാടാ. ആര് പറഞ്ഞു നീ എൻ്റെ ചേച്ചിയാണെന്ന്? എനിക്കിങ്ങനെ ഒരു ചേച്ചിയെ അറിയത്തില്ല. എൻ്റെ ശത്രുവാണ് നീ. നാളെ ഏതോ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ കഴുത്തിൽ നിൻ്റെ അച്ഛൻ കയറ് കെട്ടുന്ന ദിവസമാണ്. അതോടെ നീയും നിൻ്റെ അച്ഛനും കോടീശ്വരന്മാരാവുമെന്ന് രണ്ടാൾക്കും നന്നായിട്ടറിയാം. അതിൻ്റെ അഹങ്കാരമാണ് നീ കാണിക്കുന്നത്. ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അവളായിരിക്കും ആ വെളിയിൽ നിൽക്കുന്നവൻ, എൻ്റെ ഡ്രൈവർ ബാലൻ. ഞാൻ സൈറ്റിലോട്ട് പോയപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതാ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബാലമാമൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ അയാൾക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്തവരോട് ബന്ധം കൂടിയാൽ അയാളെ ആ ജോലിയിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞേക്കുമെന്ന്. ആക്കിയതോടെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബാലമാമൻ്റെ സഹായം കൊണ്ടാണ് പ്രകാശൻ എന്ന് പറഞ്ഞ നിൻ്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. മോളെ, അതൊക്കെ പഴയ കഥയാണ്. അതിനും കൂടി ചേർത്തിട്ടാ മുതലും പലിശയും ഇപ്പം അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നത്. ആരും കൊടുക്കാത്ത ശമ്പളമാണ് അയാൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്.
അപ്പളേ വാലാട്ടിക്കൊണ്ട് നിൽക്കണം നാഴെ പോലെ. അർഹതയില്ലാത്തവന് ഐശ്വര്യം വന്നാൽ ഇതാ കുഴപ്പം. അപ്പം നിന്റെ കാര്യമോ? എടി, നിനക്ക് എന്ത് അർഹതയുണ്ടായിട്ടാടി നീ ഈ പൊസിഷനിൽ കയറിയിരിക്കുന്നത്? എൻ്റെ അച്ഛൻ വലിയ സമ്പന്നനൊന്നും അല്ലെങ്കിലും അമൃത് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ വളർന്നത്. നിനക്ക് തരുന്ന കഞ്ഞിയിൽ വറ്റുണ്ടോ എന്ന് തപ്പി നോക്കണമായിരുന്നു. പലയിടത്തും ഇത് ആവശ്യത്തോടെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അങ്ങനെയുള്ള നീയാണിപ്പോൾ ഈ സ്ഥിതിയിൽ എത്തിയത്. അതിനുശേഷം നിന്നെ തന്നെ മറന്നു ജീവിക്കുക. എന്ത് മറന്നെന്നാ നീ പറയുന്നേ? അതിനുശേഷം നിന്റെ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആ രാജപ്പൻ്റെ 10 ലക്ഷം രൂപ കൊടുത്തു തീർത്തത് ഞാനാ. ചെയ്തതിനൊന്നും കണക്ക് വെക്കുന്ന ശീലം എനിക്കില്ല. എന്നാൽ ഇവിടെ അങ്ങനെ പറഞ്ഞേ പറ്റൂ. നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും നിന്റെ അച്ഛൻ എന്നെ വെറുത്തിട്ടേയുള്ളൂ. നീ ഇനി ഇത് വിളിച്ച് പറയാതിരിക്ക്. നിനക്ക് 10 ലക്ഷത്തിന് പകരം 15 ലക്ഷം തരും ഞങ്ങൾ. ബന്ധം പിരിയാൻ വേണ്ടി 2 ഭാര്യമാർക്കും എൻ്റെ അച്ഛൻ കോടികളാണ് കൊടുത്തിരിക്കുന്നത്. നിൻ്റെ അച്ഛനല്ല, അവരാ അത് കൊടുത്തത്. ആ കാർത്തിക മാഡം. ഇനി കാർത്തിക ചേച്ചിയും ഞാനും അച്ഛനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നാളെ കാർത്തിക ചേച്ചിയുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അച്ഛനെ കല്യാണം കഴിപ്പിക്കാൻ വലിയ ആഭാസത്തോടെ നടക്കുന്ന നീ ഒരാളുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മയുടെ മുഖം. പ്രസവിച്ചതുകൊണ്ട് മാത്രം ആർക്കും അമ്മയൊന്നും ആവത്തില്ല. അമ്മയാവണമെങ്കിൽ അതിൻ്റെ അന്തസ്സ് കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണം. അവരെന്നും സ്നേഹിച്ചത് നിന്നെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനൊരമ്മ എനിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അമ്മയ്ക്ക് പിണ്ടം വെച്ച മകനാണെന്ന് വേണമെങ്കിൽ പറയാം. കല്യാണി പിന്നെ അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറയാണ്, എടോ, നീ അങ്ങനെ വിചാരിക്കും തോറും നീ നിൻ്റെ നാശത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാൻ വേണ്ടി ഇനി ആരാ നശിക്കാൻ പോകുന്നതെന്ന്. നിന്നെ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആക്കിയതോടെ ഇയാളുടെ അധപ്പതനം തുടങ്ങി. നിൻ്റെ കെട്ടിയോൻ്റെ. നീ ആ കമ്പനിയെ നമ്മുടെ കമ്പനി പൂട്ടിക്കെട്ടുപടി. പണയില്ലാത്തതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. നാളത്തോടെ ഞങ്ങളും സമ്പന്നരാകും. ഇതൊക്കെ നിനക്കും നിൻ്റെ രക്ഷകനായ ഡിങ്കൻ ഭർത്താവിനും കാണേണ്ടി വരും. പിന്നെ ഞാൻ തള്ളിക്കളഞ്ഞ അവരും നിൻ്റെ അമ്മയ്ക്ക്. അത്രയും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോയി. കല്യാണി അവിടെ നിന്നുകൊണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ചിരിക്കുകയാണ്. വിക്രമിനെ കണ്ട് ബാലനം പറയാണ്, അഹങ്കാരമൊക്കെ വെട്ടി വിഴുങ്ങിയിട്ട് വരിക. നാളെയും കൂടിയല്ലേ ഇവൻ്റെ ഒക്കെ നെകളിപ്പുണ്ടാവും. എന്താണോ ഇയാളുടെ മുഖത്തൊരു പുച്ഛം? ഏയ്, ഒന്നുമില്ല. ഇയാളുടെ മുഖത്തൊരു ചിരി പോലെ. അവളും താനും സംസാരിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ആര്? അയ്യോ, ആര്? ഇടോ, താൻ കണ്ടില്ലേ അവൾ വരുന്നത്? കല്യാണി എന്ന പെരും കള്ളിയെ. അയ്യോ, വരുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ കണ്ടപ്പോഴേ മുഖം തിരിച്ചു നിന്നായിരുന്നു. താൻ അവളെ കണ്ടതും സംസാരിച്ചതും ഒക്കെ എനിക്കറിയാം. പിന്നെ ബാല പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അവളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ, ബന്ധം കൂടിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ അറിയാലോ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ട്. മോനറിയാലോ, എനിക്ക് തീരെ വയ്യ. അതുകൊണ്ട് എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടരുത്. അതൊക്കെ തൻ്റെ കയ്യിലിരിപ്പ് പോലിരിക്കും. അതുപോലെ ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ താൻ കാലിൻ്റെ മേൽ കാൽ കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞുകൂടെ? അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, മനസ്സിലായടോ? ഒന്ന് കുനിയയും നിവരുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അയ്യോ, അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ബാലണ്ണൻ ഉള്ളിൽ ചിരിക്കുകയാണ്. നാളെ മുതലെന്ന് ഞാൻ വണങ്ങിയേ നിൽക്കൂ. നാളെ വേണ്ട, നാളെ അച്ഛൻ്റെ കല്യാണമല്ലേ. അല്ല, നാളെ കല്യാണത്തിന് ഒരുക്കാനൊക്കെ വരണമെന്ന് പ്രകാശൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, പ്രകാശൻ എന്നല്ല, പ്രകാശൻ സാർ. എങ്ങനെ? പ്രകാശൻ സാർ എന്ന്. അതാണ് ഇതിനേക്കാൾ സുഖം. പ്രകാശൻ സാർ. പ്രകാശൻ സാർ, വിക്രം സാർ. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MDയുടെ അച്ഛനാണ് ആര്? പ്രകാശൻ സാർ. ഓ, ആ ഒരു ബോധം എപ്പോഴും വേണം. അതൊക്കെ നാവിന് ശീലമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ പറയാനും അറിയാനും പറ്റുന്ന കാര്യമാണല്ലോ. അല്ല, ഇനിയിപ്പോൾ അതൊക്കെ നാവിന് വഴങ്ങിക്കോളും. വഴങ്ങിയില്ലെങ്കിൽ വഴങ്ങിക്കൊണ്ട് വരാൻ എനിക്കും എൻ്റെ അച്ഛനും അറിയാം. മനസ്സിലായോ? എന്നാൽ പിന്നെ പോയാലോ? എടോ, പോണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അല്ലാതെ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട.
ഓ ആ കേറ്. നാളെ കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെ പറയണം. ബാലേട്ടൻ പിറകിൽ നിന്ന് പറയാണ്. അത് കേട്ടെന്നോണം വിക്രം തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുവാടാ താൻ പറഞ്ഞത്? അത് അത് അല്ല, പ്രകാശനെ നാളെ കഴിഞ്ഞാൽ രാജയോഗം എന്ന് പറയായിരുന്നു. വീണ്ടും തെറ്റി. പ്രകാശൻ സാറിന്, അതെ അതെ, പ്രകാശൻ സാറിന് രാജയോഗമാണല്ലോ. പ്രകാശൻ സാറിന് മാത്രമല്ല, വിക്രം സാറിനും. നാളെ കഴിഞ്ഞാൽ പിന്നെ രാജയോഗ, രാജരാജേശ്വരി യോഗം. അങ്ങനെ വിക്രം നാളത്തെ കാര്യങ്ങളും ഓർത്ത് അർമാദിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.